ആരും ഇല്ലേ? ഇത്ര നേരമായിട്ട് എനിക്കൊരു ചായ പോലും കിട്ടിയില്ലല്ലോ. ചന്ദ്രേ, എടി ചന്ദ്രേ, ചന്ദ്രേ, എന്താ എനിക്ക് ചായ തരാതിരുന്നേ? എനിക്ക് തീരെ വയ്യ, ഒരു തലവേദന. തലവേദനയോ? നിനക്കോ? നോണ പറയല്ലേ. മര്യാദക്ക് പോയി എനിക്ക് ചായ എടുത്തോണ്ട് വാ, അല്ലെങ്കിലേ നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഞാൻ ആരുടെ അടിമയൊന്നും അല്ല ഇങ്ങനെ ആജ്ഞാപിക്കാൻ. ആ അത് ശരി, തർക്കുത്തരം പറയുന്നോ? അതിനുള്ള ധൈര്യമൊക്കെ കിട്ടിയോടി നിനക്ക്? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോണം, ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. സിദ്ധേട്ടാ, നിങ്ങളുടെ ചേച്ചിക്ക് മുഴുവട്ട ശുദ്ധ ഭ്രാന്ത്. ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്ക്, അല്ലെങ്കിലേ ഇവരെന്റെ കൈകൊണ്ട് ചാവും. എന്നാ വാടി, ഇപ്പൊ തന്നെ എന്നെ കൊല്ലടി. ചേച്ചി വേണ്ട, ചേച്ചിക്ക് ചായയല്ലേ വേണ്ടത്, ഞാൻ ഉണ്ടാക്കി തരാം. സിദ്ധുവാണ് നിന്നെ? നീ എന്താ ഇവിടുത്തെ അടുക്കളക്കാരനാണോ? അല്ല. പിന്നെന്തിനാ ചായ ഉണ്ടാക്കാൻ പോന്നേ? ചേച്ചി ഇവൾക്ക് സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? ഇവളുടെ അസുഖമൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം. മുടിക്ക് കുത്തിപ്പിടിച്ച് 4 കറക്ക കറക്കി കുനിച്ച് നിർത്തി മുട്ടുകാല് കയറ്റി മുതുകിനിട്ട് ഇടിച്ചിടിച്ച് ചാമ്പി മുഖം ഭിത്തിയിലിട്ട് അരച്ച് നിരത്തിട്ട് ചവിട്ടണേ ഇവിടെ. അപ്പൊ ഇവളുടെ അസുഖമൊക്കെ മാറിക്കോളൂ. ചന്ദ്രേ, പറഞ്ഞ പോലെ ചെയ്യുന്നയാളാ ചേച്ചി. ഇപ്പൊ പറഞ്ഞതൊക്കെ ചെയ്താ നിന്നെ കാണാനേ ഒരു മെനയുണ്ടാവില്ല. ചെന്ന് ചായ ഉണ്ടായിക്കൊണ്ടുവാ. പേടിച്ചിട്ടൊന്നുമല്ല, രോഗിയല്ലേന്ന് വിചാരിച്ചിട്ടാ. എല്ലാം കുറച്ചു ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ. ഒരു സംശയം ചോദിച്ചോട്ടെ? വേണ്ട. ഞാൻ ചോദിക്കും. പാൽ ചായ വേണോ കട്ടൻ ചായ വേണോ? പാലിട്ട കട്ടൻ ചായ മതി. ഓക്കെ. നിങ്ങളിപ്പോ ഇറങ്ങുവോ? എന്തേ? ശ്രുതിമോളെ റെഡി ആയിക്കൊണ്ടിരിക്ക. എന്തിന്? ഞങ്ങൾ വരുന്നുണ്ട് കൂടെ. എങ്ങോട്ട്? ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് എത്ര ദിവസമായി. ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തു പോവും. ഇന്ന് പുറത്തുനിന്ന ഫുഡ്. ഞാനില്ല, എനിക്ക് വേറെ പരിപാടിയുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കണം. അത് നടക്കില്ല. നീ വെറുതെ വാശി പിടിക്കണ്ട. എന്തിനാ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നാൽ എന്താ കുഴപ്പം? ഞാൻ വേറെ പ്രോഗ്രാം നിശ്ചയിച്ചു പോയി. ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്നോട് ആലോചിച്ചില്ല? അങ്ങനെ ചെയ്യണമെന്ന് നിനക്കറിഞ്ഞൂടെ? ക്ലിനിക്കിന് അവധിയല്ലേ, നിങ്ങൾ വീട്ടിൽ തന്നെ കാണുമെന്നാ ഞാൻ കരുതിയത്. അതാ നേരത്തെ പറയാതിരുന്നത്. എന്തായാലും ഇന്ന് പറ്റില്ല, വേറെ എപ്പോഴെങ്കിലും ആലോചിക്കാം. ആലോചിക്കാന്നേ ഉള്ളൂ, അപ്പോഴും ഉറപ്പില്ല അല്ലേ? ഞാൻ നല്ല തിരക്കുള്ള ആളാ. എന്റെ തിരക്ക് നീ മനസ്സിലാക്കണം. പണ്ട് ഈ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നത്തെ പോലെയാണോ ഇന്ന്? ഇന്നെന്താ പുതുമ? പലതുമുണ്ട്, നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. തിരക്കിന്റെ കാരണവും എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ നീ നാടകം കളിച്ചതല്ലേ? എന്നെ മനസ്സിലാക്കുന്ന, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യ എനിക്ക് വേണ്ടത്, അല്ലാതെ പിന്നിൽ നടന്ന് ശല്യം ചെയ്യുന്ന ഒരാളെ അല്ല. എനിക്ക് വേണ്ടിയല്ല, ശ്രുതിമോൾക്ക് വേണ്ടിയ പുറത്തു പോവാന്ന് പറഞ്ഞത്. സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിച്ചേനെ. ഒരു കാര്യം ചെയ്യും, വിശാലിനെ വിളിച്ചാ മതി. ശ്രുതിമോൾക്കും അത് ഇഷ്ടാവും. അങ്ങനെ ഇപ്പൊ പോണ്ട. അയാൾ ആരാ? എന്നെ പുറത്തു കൊണ്ടുപോയേണ്ടത് എന്റെ ഭർത്താവാ, അല്ലാതെ ഏതെങ്കിലും ഒരുത്തനല്ല. വിശാല് നിനക്ക് അങ്ങനെ ഒരുത്തനാണോ? അതെ, ആണ്. നേലാൽ ഇതുപോലുള്ള വാചകങ്ങൾ എന്നോട് പറയരുത്. ഒരിക്കലും നിങ്ങൾക്ക് പകരം അല്ല വിശാല്. അതാവേയില്ല, അത് ഓർത്തോ.
ബാറിലേക്കാണോ? എന്തോ? അല്ല, രാവിലെ എണീറ്റ് ബാറിലേക്കാണോ എന്ന് ചോദിച്ചാ. ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ വന്നതുപോലെ ഇന്നും വരാനുള്ള പരിപാടിയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഇനി ഈ വീട്ടിലേക്ക് വരരുത്. എനിക്കത് ഇഷ്ടമല്ല നിരഞ്ജൻ. ഞാൻ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണോ സാർ ജീവിക്കേണ്ടത്? ഞാൻ എനിക്ക് തോന്നും പോലെ ചെയ്യും. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഓ, ഇത് സാറിന്റെ വീടായതുകൊണ്ടായിരിക്കും സ്വരത്തിന് ഇത്ര കനം. ശരി, ഞാൻ വരുന്നില്ല. കിടക്കാൻ എനിക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോഴും കുടി നിർത്താൻ നിരഞ്ജൻ തയ്യാറല്ല. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ സാർ. എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നുവെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവനവന്റെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കാതെ വല്ലപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കണം സാറേ. അപ്പോഴേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് മനസ്സിലാവുള്ളൂ. മനഃശാസ്ത്രമൊക്കെ പഠിച്ചതല്ലേ സാറേ? എന്തുകൊണ്ട് എന്റെ മനസ്സ് സാറിന് മനസ്സിലാവുന്നില്ല? ഞാൻ എനിക്ക് ആഗ്രഹമുള്ളതുപോലെയൊക്കെ ജീവിക്കാൻ പോവാ. വളരെ ചെറിയൊരു ജീവിതമല്ലേ സാർ നമുക്കൊക്കെ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. ചങ്ങലക്കിടാൻ നോക്കിയാ ഞാൻ ആ ചങ്ങല പൊട്ടിക്കും. ഏത് ജീവിതത്തിനും ഒരർത്ഥമൊക്കെ ഉണ്ടാവണ്ടേ സാർ? അങ്ങനൊരു ജീവിതമാണ് ഞാനിപ്പോൾ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് എന്നെ ഒന്ന് ഫ്രീ ആക്കിയേക്കും. അതാ എനിക്കിഷ്ടം. പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും ഒരയ്ക്ക് മീതെ ചാഞ്ഞാൽ എന്ത് ചെയ്യും? അതാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കൈക്കൂലി വാങ്ങാതെ എന്നെപ്പോലുള്ള പാവം കോൺട്രാക്ടർമാരെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ കൊടുക്കുന്നൊരു തിരിച്ചടിയുണ്ട്. അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇത് പിടി. പിടിക്കടോ.